മേരിയോട് പറയണമെന്ന് പലതവണ ആലോചിച്ച കാര്യമാണ്. തന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇത്രയൊക്കെ പറയാൻ എന്താ ഉണ്ടായി ഉണ്ണി? ഉണ്ടായിട്ടുണ്ട്. ആലഞ്ചേരിയിൽ മാത്രമല്ല, എന്റെ മനസ്സിലും. എല്ലാരും പോലെ കളിയും തമാശയും പറയല്ല, എനിക്ക് മേരിയെ ഇഷ്ടമാണ്. പക്ഷെ ഉണ്ണി, അച്ഛനറിയുമ്പോ? ആരും പറയണം, ഞാൻ കാര്യാക്കണില്ല. എനിക്കറിയേണ്ടത് മേരിക്ക് എന്നെ ഇഷ്ടമാണെന്ന് മാത്രം. ഇഷ്ടാന്ന് കേൾക്കാനല്ലേ ഉണ്ണി കാത്തിരിക്കുന്നത്? ഇഷ്ടാണ്, ഒരുപാട് ഇഷ്ടാണ്. സമാധാനമായി. പിന്നെ ചോദിക്കുന്നുണ്ട്, വേറൊന്നും വിചാരിക്കരുത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. നാട്ടുകാർ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്. അച്ഛന്മാര് മറുപടി വിട്ട് പറയണില്ല. എന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ. അയ്യോ തമ്പുരാൻ, തറവാട്ടിലേക്ക് വരിക. എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞില്ല. എന്തിനാണെന്ന് എന്നേക്കാൾ അറിയാവുന്നത് നിനക്കല്ലേ? കഥകളൊക്കെ കുറെയായി ഞാൻ അറിഞ്ഞിട്ട്. അത് ഞാൻ വേണ്ട, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ വേണ്ട. നിന്റെ അച്ഛനെ പോലെ ക്രോസ് വിസ്താരത്തിനൊന്നും ഞാൻ തയ്യാറല്ല. ഒറ്റ വാക്കിൽ മതി മറുപടി. നിനക്ക് അവളെ ഇഷ്ടാണോ? അത് ഇഷ്ടാണോ വെച്ചാ പറഞ്ഞോളൂ. തല്ലാനും കൊല്ലാനൊന്നും അല്ല. ഇഷ്ടാണോ? ഇഷ്ടമാണ്. എങ്കിലത് മറ്റുള്ളവർ കാണുക വേണ്ട. അച്ഛനോട് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. മനസ്സിലായോ? ആ എന്നാ പൊയ്ക്കോ. ആ പിന്നെ ഉണ്ണി, നീ അവളോട് ചോദിച്ചില്ലേ ഞങ്ങൾ എന്തുകൊണ്ട് അവളെ ഇറക്കി വിട്ടില്ലെന്ന്? അവളെ ഇറക്കി വിടരുതെന്ന് നീയും ആഗ്രഹിച്ചതല്ലേ? അതുപോലെ ഞങ്ങൾക്കും അതിന് കഴിഞ്ഞില്ല. അതിന് കാരണമുണ്ട്. ഒക്കെ സമയമാകുമ്പോ ഞങ്ങൾ തന്നെ പറയും. അതുവരെ നീ അവളോടൊന്നും ചോദിക്കരുത്. മനസ്സിലായോ? ശരി. ആ എന്നാ പൊക്കോ. താൻ എന്തായി പറയണത്? ഉണ്ണിയുടെ മൂത്തവര് 3 എണ്ണം നിൽക്കുമ്പോ അവന്റെ കല്യാണം നടത്തുക പറഞ്ഞ ധൃതി ഒന്നും വേണ്ട. അവര് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് അത് വേണമെന്നോ വേണ്ടെന്നോ പറയാ എനിക്കോ തനിക്ക് പറ്റുമോ? എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആലഞ്ചേരിയില്? അവൾ എന്റെ മകളായതുപോലെ തന്റെ മരുമകളായിട്ട് അങ്ങോട്ടും വരാൻ പോവല്ലേ. ഒരർത്ഥത്തില് താനല്ലേ ശരിക്കും ഭാഗ്യവാൻ. തനിക്കില്ലാത്ത ഭാഗ്യമൊന്നും എനിക്കും വേണ്ടോ. തന്റെ ആഗ്രഹം അതാന്ന് വെച്ചാ ഞാൻ എതിരെ നിൽക്കില്ല. എല്ലാം നന്മയ്ക്കാണെന്ന് കരുതുക. ആദ്യം അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക. സമയമാവുമ്പോ നമുക്കത് അങ്ങോട്ട് നടത്താം. ശരി. ഭാഗവതർ അല്ലേ? അതെ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ മൂക്കിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം. എന്റെ കണ്ണ് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ തമ്പ്രാന്? എന്റെ ശബ്ദം കേട്ടോ? സംഗീതാത്മകമായ ശബ്ദം കേട്ടിട്ടും ഒന്നും തോന്നുന്നില്ലേ? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പുരുഷോത്തമൻ. പുരുഷനിപ്പോ എന്താ വേണ്ടേ? പറയാം. അതിനു മുമ്പ് എനിക്ക് ശ്രീവഞ്ജിനി രാഗത്തിലൊരു കീർത്തനം കേൾക്കണം. ശ്രീവഞ്ജിനിയെ? ശ്രീവഞ്ജിനി അല്ല, ശ്രീരഞ്ജിനി. അയ്യോ, വഞ്ചനകളുടെ കഥകളുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീവഞ്ജിനി എന്ന് പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. താൻ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ജസ്റ്റ് എ മിനിറ്റ്. പണ്ട് 25 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. തമ്പ്രാൻ അത്ര വേഗത്തിൽ അത് മറക്കാൻ വഴിയില്ല. അന്ന് കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ അമ്പലത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് തമ്പുരാൻ കാർത്തുവിന്റെ ചെവിയിൽ മൂളിക്കൊടുത്തില്ലേ ആ രാഗം? ശ്രീവഞ്ജിനി രാഗം. ഇത്ര പെട്ടെന്ന് മറന്നോ കാർത്തുവിനെ? തമ്പ്രാന്റെ പഴയ ലവ് സ്റ്റോറിയിലെ ആ നായികയെ. സത്യം പറ, ആരാ നീ? മോന, കാർത്തുവിന്റെ മോനാണ് ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിനക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ പേരും പറഞ്ഞ് എന്നെ മടക്കി അയക്കാമെന്ന് ഭാഗവതരച്ചൻ കരുതണ്ട. എന്റെ സ്ഥാനത്ത് മോളാണെന്നും പറഞ്ഞ് ഒരുത്തിവിടെ താമസിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. ഞാനാണോ അവളാണോ ആലഞ്ചേരിയിലെ 11ാമത്തേത് എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. പിടിച്ചു പുറത്താക്കണം ഇവനെ. Don't touch me. തമ്പുരാനച്ചൻ കേട്ടോ?
മഹാഭാരതത്തിലെ കർണനെ പോലെ ഞാൻ ഇനിയും വരും. എന്റെ പിതൃത്വം അംഗീകരിക്കും വരെ ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി വേണ്ടി വന്നാൽ ഈ മുറ്റത്ത് ഞാൻ ചോര പുഴ ഒഴുക്കും. യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇതൊക്കെ എനിക്ക് വെറും തേങ്ങയാ. ഇതാ ഇപ്പൊ നന്നായി. പണ്ടെങ്ങോ നാട് വിട്ടുപോയ കാർത്തൂന്റെ മോള് തിരിച്ചു വന്ന് കഴിഞ്ഞതൊക്കെ തെളിവായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇതാ ഇപ്പൊ വേറെത്തൻ വന്ന് മകനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക. എന്താ ചത്തപ്പ ഇതിന്റെ ഒക്കെ അർത്ഥം? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞും തുടങ്ങിയിരിക്കണം. പിന്നെ പറയാണ്ടിരിക്കോ? എന്തായാലും നമ്മൾ ആകെ വഷളായി. ഇനിയിപ്പോ എന്തൊക്കെയാ നടക്കുക ആർക്കറിയാം. വന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. എന്റെ അമ്മയെയും വല്യച്ഛനെയും പാതിരാത്രിക്ക് നാട് കടത്താൻ കെട്ടിലമ്മ തീരുമാനിച്ചപ്പോ നിങ്ങൾ വെറും കൈയോടെ നോക്കി നിന്നില്ലേ? അതൊക്കെ എണ്ണി തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. എന്ത് തെളിയിക്കാൻ? മീര എന്റെ മോളല്ലെന്നോ? അവള് പറഞ്ഞൊക്കെ കള്ളമാണെന്നോ? അല്ലാണ്ട് പറയാൻ എന്ത് തെളിവാ അതിന്റെ അടുത്തുള്ളത്? ഉണ്ട്, തെളിവുകളുണ്ട്. അത് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ ഈ പുരുഷൻ ആരാണെന്ന് തമ്പ്രാന് ബോധ്യമാവും. ഞാൻ വേണോ അവള് വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാം. Come on. ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തുനെ ഫസ്റ്റ് ടൈം കാണുന്നത്. ഒരടിയാത്തി തമ്പുരാനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അവള് പറഞ്ഞപ്പോ മറ്റേ തമ്പുരാനല്ലേ ഫുൾ ടൈം കാണുമെന്ന് പറഞ്ഞ ആൾക്ക് ധൈര്യം കൊടുത്തത്. യെസ്, നിങ്ങൾ ആദ്യം എല്ലാം നിഷേധിച്ചില്ലേ? അപ്പോൾ സത്യം മുഴുവൻ അറിയുമ്പോഴോ? ഫോളോ മീ. തെളിവ് നമ്പർ 2. ഈ കൽപ്പടവിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തൂനെ വെയിറ്റ് ചെയ്യാറ്. അന്ന് ഗുരുക്കൾ പടവുകൾക്ക് താഴെ കാവൽ നിൽക്കും. അപ്പോ ഇവിടെ ഇരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ ഡീറ്റെയിൽ ആയിട്ട് രാഗങ്ങൾ പാടും. ഒരു ഐഡിയയും കിട്ടാതെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ അവള് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത്? അതൊന്നും എപ്പോഴും അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. ആം ഐ കറക്റ്റ്? ഇനിയും വേണോ തെളിവുകൾ? ഫോളോ മീ. ഓർമ്മയുണ്ടോ ഈ വരമ്പ്? ഇവിടെ വെച്ചാണ് നിങ്ങൾ കാർത്തൂനെ ലാസ്റ്റ് കാണുന്നത്. കെട്ടിയമ്മ നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ അറിഞ്ഞു തുടങ്ങിയ കാലം. അന്ന് തന്റെ ഉദരത്തിൽ തമ്പുരാന്റെ ഗർഭസ്ഥ ശിശു വളരുന്നുവെന്ന് അവള് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ആരെതിർത്താലും നിന്നെയും നിന്റെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? പറയണം. 25 കൊല്ലം കഴിഞ്ഞ് ഒരു പെണ്ണ് വന്ന് കാർത്തൂന്റെ മോളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ നിർത്തുക. റൈറ്റ്. ഞാനൊരു തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു. എന്ന് വെച്ച് എന്തും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, അവള് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ പോരെ? ഇനി ഈ കഥയും പറഞ്ഞ് എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് ആരെയും. മനസ്സിലായല്ലോ? അങ്ങനെയൊന്നും പുരുഷനെ പറഞ്ഞു വിടാമെന്ന് ആരും കരുതണ്ട. ഈ നാട് മുഴുവൻ ഇളക്കി മറിക്കും ഞാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, യു ഷിറ്റ്. ഇപ്പൊ